ഹലോ, നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഐക്കൺസ് ഓഫ് ഇന്ത്യ ഹൈദരാബാദിൽ തന്നെ തുടരുകയാണ്. ഐക്കൺസ് ഓഫ് ഇന്ത്യ ഇന്ന് അതിഥിയായി വന്നിരിക്കുന്നത് വിശേഷങ്ങൾ പങ്കുവെക്കാനായി വന്നിരിക്കുന്നത് റിഷോൺ മെഷീൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി നടത്തുന്ന TV വർഗീസ് ആണ്. നമുക്ക് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് സാർ ഈ റിഷോൺ മെഷീൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്? ഈ കമ്പനി കേബിൾ ഇൻഡസ്ട്രിക്ക് വേണ്ടിയ മെഷീൻസ് ആണ് ഉണ്ടാക്കുന്നത്. വയർ ഡ്രോയിങ് മെഷീൻ, നമ്മുടെ കേരളത്തിലെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രാക്കോ കേബിൾ, അല്ലെന്നുണ്ടെങ്കിൽ കേബിൾ കോർപ്പറേഷൻ, ഏഷ്യൻ കേബിൾസ്, ഇങ്ങനെയുള്ള ക്യൂഫ്ലെക്സ് കേബിൾസ്, സീക്കം ടെക്നോളജീസ്, ഇങ്ങനെയുള്ള കമ്പനികൾക്ക് വേണ്ടിയ മെഷീനറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഒരു കൺസ്യൂമബിൾ പ്രോഡക്റ്റ് അല്ല, ക്യാപിറ്റൽ മെഷീനറിയാണ്. ഞങ്ങളുടെ ഈ ആക്ടിവിറ്റിക്ക് അധികം ക്യാപിറ്റലിന്റെ ആവശ്യമില്ല. ബേസിക് ആയിട്ട് ഡിസൈൻ വേണം. ഈ ഡിസൈൻ വന്നിരിക്കുന്നത്, എന്റെ ബാക്ക്ഗ്രൗണ്ട് അലൂമിനിയം ഇൻഡസ്ട്രീസ് കുണ്ട്രയിലെ ഒരു യൂണിറ്റ് ഹൈദരാബാദിലുണ്ട്. ഹൈദരാബാദ് അലൂമിനിയം ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് മെഷീനറി ഡിവിഷൻ. അവിടെ ഒരു 16 വർഷം വർക്ക് ചെയ്തു. അതൊന്ന് സ്വല്പം സ്ലോ ആയി കഴിഞ്ഞപ്പോഴത്തേന് മുന്നോട്ട് പോകാൻ പ്രയാസമാണെന്ന് കണ്ടിട്ട് വേറൊരു ജോലിക്ക് കയറുന്നതിനെക്കാട്ടിലും നല്ലത് സ്വന്തമായിട്ടൊന്ന് തുടങ്ങുകയാണ് എന്ന രീതിയിൽ വന്നു. അങ്ങനെയാണ് ഇത് തുടങ്ങി വെച്ചത്. റിഷോൺ എന്നുള്ള പേര് എന്റെ കൊച്ചുമോന്റെ പേരാണ്. റിഷോൺ മെഷീൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് തുടങ്ങിയിട്ട് എത്ര നാളായി? 1986 തുടങ്ങിയതാണ്. എന്റെ കൂടെ അലുമിനിയം ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്തിരുന്നവരാണ് ആദ്യം എന്റെ കൂടെ ഉണ്ടായിരുന്നവര്. ഒരു 1990 ആയപ്പോഴത്തേന് അത് സ്പ്ലിറ്റ് ആയി. അങ്ങനെയാണ് റിഷോൺ മെഷീൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് തുടങ്ങിയത്. ഇപ്പൊ ഇതിൽ എത്ര സ്റ്റാഫുകളുണ്ട് സാർ? എല്ലാം കൂടെ ഒരു 7-8 പേരെ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഞങ്ങളുടെ ഈ മാനുഫാക്ചറിങ്ങിന് ഞങ്ങളുടെ ഇൻ ഹൗസ് ഫെസിലിറ്റീസിനെക്കാട്ടി കൂടുതലായിട്ട് ഞങ്ങൾക്ക് ഇൻ ആൻഡ് അറൗണ്ട് ആണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. അത് ഹൈദരാബാദിലെ ആ ഫെസിലിറ്റി ഭയങ്കരമാണ്. ബേസിക് ആയിട്ട് നല്ലൊരു ഡ്രോയിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനി ഐറ്റം യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഡൺ ഇൻ ആൻഡ് അറൗണ്ട്. അന്നേരം ബേസിക് ആയിട്ട് ഇത് മെഷീനറി ഫാബ്രിക്കേറ്റ് ചെയ്യണം. സ്കെലിറ്റൻ ഫാബ്രിക്കേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇറ്റ് ഗോസ് ഫോർ സോ മെനി പ്രോസസിംഗ് ആൻഡ് ഫൈനലി അസംബ്ലിംഗ്. ബട്ട് ഇറ്റ് ഇസ് എ ഹ്യൂജ് മെഷീനറി. അപ്പൊ സാറ് നമ്മുടെ കേരളത്തിൽ നിന്ന് ഹൈദരാബാദിലേക്ക് വന്നത് 1971 സാറ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ റിഷോൺ മെഷീൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ചെറിയ വിശേഷങ്ങൾ എന്താണ്, ഈ റിഷോൺ മെഷീൻ എന്നുള്ളതൊക്കെ സാറ് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു അല്ലെ? ഇനി നമുക്ക് നാട്ടിലേക്ക് പോകാം അല്ലെ? വിശേഷങ്ങൾ ഒത്തിരി പറയാനുണ്ടല്ലോ. എന്റെ വീട് തിരുവല്ലയാണ്. എന്റെ ഫാദറിന്റെ പേര് വർഗീസ് എന്ന് തന്നെയാണ്. എന്റെ സെയിം പേര് തന്നെയാണ്. സോ ഐ ഹാവ് ടു യൂസ് ഹിസ് നെയിം ആസ് എ സീനിയർ ആൻഡ് മൈസെൽഫ് ആസ് എ ജൂനിയർ. അപ്പൊ അമ്മയുടെ പേര് അന്നമ്മ. അപ്പൊ സഹോദരങ്ങളും സഹോദരിമാരും ഞാനോടെ കൂടി 3 ബോയ്സ് ആൻഡ് 3 സിസ്റ്റേഴ്സ്. എന്റെ ലൈനില് ഞാൻ PKM എഞ്ചിനീയറിംഗ് കോളേജ് കൊല്ലത്തുനിന്ന് 1970 പാസ്സായി. ലക്കിലി 3-4 മാസത്തിനകം തന്നെ എനിക്ക് ജോലി കിട്ടി അലുമിനിയം ഇൻഡസ്ട്രീസിൽ. ശമ്പളം 250 രൂപ ഉണ്ടായിരുന്നുള്ളൂ. 250 രൂപ. പഠിത്തത്തില് ഞാൻ നല്ലതായിരുന്നു. എനിക്ക് കൊല്ലത്തെ എനിക്ക് മെറിറ്റിലാണ് എനിക്ക് കിട്ടിയത്. 1974. എനിക്ക് 3 വയസ്സുണ്ട്. അപ്പൊ 50 കൊല്ലമായി സാറ് കല്യാണം വിവാഹം കഴിച്ചിട്ടല്ലേ? ഭാര്യയുടെ പേര് ഒന്ന് പറയൂ. അമ്മുക്കുട്ടി. വളരെ വാത്സല്യത്തോട് വിളിക്കുന്ന ഒരു പേരാണല്ലോ അമ്മുക്കുട്ടി എന്നൊക്കെ പറഞ്ഞല്ലേ. മക്കൾ എത്ര പേരുണ്ട്? എനിക്ക് 2 മക്കളാണ്. ഡെന്നീസ് ആണ് മൂത്ത ആള്. രണ്ടാമത്തെ ആള് മോള്. അവർക്ക് ട്വിൻസ് ആയിട്ട് ഒരു ആണും ഒരു പെണ്ണും ഉണ്ട്. അപ്പൊ സാറ് സ്വസ്ഥമായിട്ട് നമ്മുടെ ചെറിയൊരു കമ്പനി ഒരു 6-7 തൊഴിലാളികളെ വെച്ച് സന്തോഷമായിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമ്മുടെ കാര്യം നമ്മൾ തിരക്കി ഹാപ്പി ആയിട്ട് പോകുന്നു. ഇവിടെ അമ്മക്കുട്ടി ചേച്ചിയും സ്നേഹിക്കുന്നു. അങ്ങോട്ട് പരസ്പരം സ്നേഹിച്ചും സമാധാനത്തിൽ സന്തോഷത്തിൽ പോകുന്നു. അപ്പൊ ഇതുപോലെ തന്നെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഇനിയും ഒത്തിരി വർഷങ്ങൾ മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും നേരം ഞങ്ങളുടെ ഈ ഐക്കൺസ് ഓഫ് ഇന്ത്യയിലേക്ക് സാറിൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ചതിന് ഒത്തിരി താങ്ക്സ്. താങ്ക് യു സോ മച്ച്. ഇനി നമ്മുടെ പുതിയ തലമുറകൾക്ക്, വ്യവസായത്തിലേക്ക് വരുന്ന പുതിയ തലമുറക്ക് സാറിൻ്റെ ആ ഒരു അഡ്വൈസ്? ഏത് ബിസിനസ് തുടങ്ങിയാലും unless you have a godfather, you will have a tough time for few years. അപ്പോൾ
ഞങ്ങൾ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. സാറിൻ്റെ ഈ സ്ഥാപനം ഇനിയും വളരെ മുന്നോട്ട് പോട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ ഐക്കൺസ് ഓഫ് ഇന്ത്യ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ തൽക്കാലം വിട. ഹരിശ്രീ യൂസഫ്.